ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 105. ഓം വസുമനസേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 105. വസുമനാഹ. പരിശുദ്ധമായ മനസ്സോടു കൂടിയവനാരോ അവൻ വസുമനസ്. മനസ്സ് ശുദ്ധമാകണമെങ്കിൽ അശുദ്ധ വികാരങ്ങൾ ഇല്ലാതാവണം. രാഗം, ദ്വേഷം എന്നിവകളാൽ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. സുഖകരമായ അവസ്ഥ അനുഭവിച്ചതിനു ശേഷവും ദീർഘകാലം മനസ്സിൽ ആ സംഭവത്തെ ഓർത്തുകൊണ്ടിരിക്കും. ആ അവസ്ഥയ്ക്ക് കാരണക്കാരായ വ്യക്തികളോട് പ്രത്യേകം അടുപ്പവും സ്നേഹവും തോന്നും. ഈ മാനസിക ഭാവത്തെയാണ് രാഗമെന്ന് പറയുന്നത്. അതുപോലെ ദുഃഖകരമായ അവസ്ഥയ്ക്ക് ശേഷം ആ സംഭവത്തിൻ്റെ ഓർമ്മകൾ വളരെ കാലം മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ കാലത്ത് തൻ്റെ ദുഃഖാനുഭവത്തിന് കാരണക്കാരായ വ്യക്തികളോടും വസ്തുക്കളോടും പ്രതികൂലമായി പ്രതികരിക്കും. ഈ മാനസികാവസ്ഥയെയാണ് ദ്വേഷം എന്ന് പറയുന്നത്. ഈ ദ്വന്ദ്വങ്ങൾ മനസ്സിനെ അലോസരപ്പെടുത്തും. മാത്രമല്ല, വർത്തമാനകാലത്ത് പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കുന്നതിന് ആ വ്യക്തിക്ക് തടസ്സവും അനുഭവപ്പെടും. രാഗമുണ്ടാക്കിയവരോട് വിട്ടുവീഴ്ചാ മനോഭാവവും ദ്വേഷം തോന്നുന്നവരോട് കർക്കശഭാവവും കൈക്കൊള്ളുമ്പോൾ മനസ്സിൽ സംഘർഷമുണ്ടാവുന്നു. അതുപോലെ തന്നെ കാമവും മനസ്സിനെ കലുഷിതമാക്കും. ആഗ്രഹം സാധിക്കാതെ വന്നാൽ കാമം ക്രോധമായി പരിണമിക്കും. ഇങ്ങനെ രാഗദ്വേഷങ്ങളില്ലാത്ത, കാമക്രോധങ്ങളില്ലാത്ത പരിശുദ്ധമായ മനസ്സോടുകൂടിയ ഒരേ ഒരു വ്യക്തി ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ വസുമനാഹ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.